നമസ്കാരം. വിവാഹം, സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹം, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ദിക്ക് എവിടെ നിന്നാണ് അറിയണം. എല്ലാവർക്കും വിവാഹം നടക്കാൻ പുരുഷൻ എവിടെ നിന്ന് വരുന്നു, സ്ത്രീ എവിടെ നിന്ന് വരുന്നു എന്നറിയാനൊക്കെ ആങ്സൈറ്റി ഉണ്ടാവും. നമ്മുടെ ജാതകത്തിലെ ജനന സമയമൊക്കെ നോക്കി നമുക്ക് വിവാഹത്തിൽ പുരുഷനും സ്ത്രീയും എവിടെ നിന്നാണ്, ഏത് ദിക്കിൽ നിന്നാണ്, ജനിച്ച സ്ഥലത്തിൻ്റെ ഏത് ദിക്കിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും നമുക്കറിയാം. പുരുഷ ജാതകത്തിൽ ലഗ്നാലോ ചന്ദ്രാലോ എഴുന്നേൽക്കുന്ന ഗ്രഹം, ലഗ്നാലോ ചന്ദ്രാലോ എഴുന്നേൽക്കുന്ന ഗ്രഹം, ഏഴിനെ വീക്ഷിക്കുന്ന ഗ്രഹം, ഏഴാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ, ഇവ എവിടെയാണോ ആ സ്ഥലം, ആ ഗ്രഹം സൂചിപ്പിക്കുന്ന ദിക്കായിരിക്കും ഭാര്യയുടെ ദിക്ക് എന്ന് പറയുന്ന പുരുഷ ജാതകത്തിലാണെങ്കിൽ. സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിൻ്റെ ദിക്ക് കാണാവുന്നതാണ്. സ്ത്രീ ജാതകത്തിൽ ഭർത്താവ് എവിടെ നിന്നാണെന്നും കാണാവുന്നതാണ്. ആദിത്യനാണെങ്കിൽ, സ്ത്രീ ജാതകത്തിൽ ആദിത്യനാണ് ഏഴാം ഭാവാധിപനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കിഴക്ക് ഭാഗമായിരിക്കാം. ശുക്രനാണെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗമായിരിക്കാം, തെക്ക് കിഴക്കായിരിക്കാം. കുജനാണെന്നുണ്ടെങ്കിൽ തെക്കായിരിക്കാം. രാഹു ആണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറായിരിക്കാം. ശനിയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറായിരിക്കാം. ചന്ദ്രനാണെങ്കിൽ വടക്ക് പടിഞ്ഞാറായിരിക്കാം. ബുധനാണെങ്കിൽ വടക്ക് കിഴക്കായിരിക്കാം. വ്യാഴമാണെങ്കിൽ വടക്ക് കിഴക്ക്. ഇങ്ങനെയൊക്കെയാണ് ദിക്കുകൾ നമുക്ക് പുരുഷൻ്റെയും സ്ത്രീയുടെയും കണക്ക് കൂട്ടാൻ സാധിക്കുക. നല്ലൊരു ഉത്തമനായ ജ്യോത്സ്യനെ കൊണ്ട് നിങ്ങളത് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ വരൻ്റെ സ്ത്രീയുടെ പുരുഷൻ്റെ ദിക്ക് കണ്ടുപിടിക്കാവുന്നതാണ്.